നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ IT എംപ്ലോയീസ് ചെയ്യുന്ന ഇൻ ജനറൽ ചെയ്യുന്ന മിസ്റ്റേക്സ്, അത് പോയിന്റ് ബൈ പോയിന്റ് ഒന്നും കൂടെ ക്രിസ്പായിട്ട് പറയോ? അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുള്ള കോമൺ ആയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? അതെന്താ വെച്ചാൽ ചിലപ്പോൾ ഇവർ സ്പെൻഡിങ് ഒരു പാർട്ടാണ്. കാരണം വെച്ചാൽ എല്ലാവരും ആ ഒരു ലെവലിലായിരിക്കും സ്പെൻഡ് ചെയ്യുക. ഫ്രണ്ട്സ് സർക്കിൾ കൂടുതലാണ്, പിന്നെ മീറ്റിങ്സ് കാര്യങ്ങൾ, അവർ കുറേ കാര്യം സ്പെൻഡിങ് പുറത്ത് ഡേ ഔട്ട്, അതായത് റെസ്റ്റോറൻറ്റ് പേയ്മെൻറ്റ് വളരെ കൂടുതലാണ് ഇവരുടെ മിക്കവാറും തന്നെ നമ്മൾ കാണുന്നത്. ഇമോഷണൽ ഈറ്റിംഗ് ആണ് കൂടുതൽ. അതെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സ്പെൻഡിങ് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഈ പറഞ്ഞ പോലെ ഗാഡ്ജറ്റുകൾ വാങ്ങിക്കേണ്ടത് തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് മേടിക്കണം. നമ്മൾ ഇതെല്ലാം ചുരുങ്ങി ജീവിക്കുക എന്നുള്ളതല്ല ഫൈനാൻഷ്യൽ പ്ലാനിങ്. നമ്മൾ എൻജോയ് ചെയ്യേണ്ട സ്ഥലങ്ങളെല്ലാം എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇത് ഉദ്ദേശിക്കുക. പക്ഷെ നമുക്ക് എവിടന്മാരെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കി അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ ഇത് മേടിക്കുക, ഇപ്പം ഒരു 1 lakh rupees ഫോൺ മേടിച്ചു, അല്ലെങ്കിൽ 2 lakh or 3 lakh rupees ലാപ്ടോപ്പ് വാങ്ങിക്കും. ഇത് വരും അല്ലെ വാങ്ങിക്കണം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാം. അത് അന്ന് EMI വാങ്ങിക്കാമെന്നുള്ള മനസ്സ് കണക്ക് കൂട്ടിയാണ് എല്ലാവരും മുന്നോട്ട് പോവുക. അവിടെയാണ് ഈ പ്രശ്നം പറ്റുന്നത്. അതേസമയം അന്ന് EMI ഒഴിവാക്കാം, ഇന്ന് നമുക്കൊരു 5000 അല്ലെ 2000 വെച്ചിട്ട് സേവ് ചെയ്ത് പോകാം, 5000 വെച്ചിട്ട് സേവ് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ ഇപ്പം ഈവൻ നമ്മൾ അപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ, നമ്മളിപ്പോൾ ഓക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പോയെന്ന് വരത്തില്ല. ഇത് ഇത്രയും രൂപ നമ്മളെ മറ്റേതാ കാർഡ് കഴിഞ്ഞു, സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് പിന്നീട് നമ്മൾ അതിൻ്റെ പുറകെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരും. ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പൊട്ടിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു പെയിൻ ഉണ്ടാവും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തുകയാണ്. പക്ഷേ നമ്മൾ കാര്യങ്ങൾ നടക്കുക, അവർക്കതാ പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ. ഇപ്പം അതിപ്പോൾ ആരാണിപ്പം ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ അതെന്തിനാ വാങ്ങിച്ചത്, അവർക്കത് ഇഷ്ടമായതുകൊണ്ടാണല്ലോ അത് വാങ്ങിച്ചത്. പക്ഷേ അവരുടെ മറ്റു അത് മേടിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing.